പനിക്കുള്ള വകുപ്പ്. വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. പിന്നെ ഞാൻ മാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. ഇപ്പം സൗണ്ടിന് കുറച്ച് പ്രശ്നം കാണും, കാരണം ഇവിടെ നല്ല മഴയാണ്, എല്ലാ സ്ഥലത്തും മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടനാടാണ് ഈ പ്രദേശം, ഇവിടെ നല്ല മഴയാണ് ഇന്നലെ തൊട്ട്. അപ്പം നമുക്ക് നോക്കാം, നല്ല മഴയാണ്. നല്ല മഴയാണ്. അപ്പം അടുത്ത പനിക്കുള്ള വകുപ്പൊക്കെ ആവുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ നോക്കാം. അപ്പം ഓണമൊക്കെ വരുമല്ലോ, അപ്പോൾ അടിപൊളി മാലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ, അതും ചെറിയ പൈസയ്ക്ക് നല്ല അടിപൊളി ഇൻവിസിബിൾ മാല നമുക്ക് ഉണ്ടാക്കാം. അതും ഇപ്പം മാലയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി നമുക്ക് മാല ഇടാം. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് നോക്കാം, എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, എന്തൊക്കെ സാധനമാണ്. ഇപ്പം നമ്മൾ പശയാണ് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് മാലയും ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പശയാണ്. ഇതാകുമ്പോഴത്തേക്കും സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ എടുത്തേക്കുന്നത് ഇതാണ് ഇൻവിസിബിൾ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നൂല് ഗുണത്തിലുണ്ട്. എൻ്റെ പേര് പറയാം, എന്താ നിങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഹുക്കും കുറച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ടോ, ഇത് നമ്മൾ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. അതിൻ്റെ കണ്ടോ, അത് പുറകിലത്തെ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിൻ്റെ പുറകിലത്തെ ആണിയും ഇവിടാണ് നമ്മൾ കമ്മൽ ഉണ്ടാക്കി ഇവിടെ ഒട്ടിക്കുന്നത്. അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മാലയ്ക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇത് കണ്ടോ, നമ്മുടെ എന്നായിരുന്നു പറയുന്നത്, കൊളുത്ത്. ഇങ്ങനത്തെ കൊളുത്താണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നോർമലി മറ്റേ കൊളുത്തുണ്ട്, പക്ഷേ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കണ്ണി ഉണക്കത്തെ ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനത്തെ സാധനത്തിനകത്താണല്ലോ ഇടുന്നത്, അതും വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചിരിക്കുന്നത് ഇത് കണ്ടോ, ഈ ഒരു സാധനമാണ്. ഇത് നമ്മൾ ഈ ഇൻവിസിബിൾ ചെയിനകത്ത് കയറ്റിയിട്ട് ഈ ഒരു സാധനം അമക്കും, അല്ലെങ്കിൽ മുത്ത് ഇങ്ങനെ ഇങ്ങനെ അമക്കിയിട്ടില്ലെങ്കിൽ മുത്ത് ഇങ്ങനെ വേറെ സ്ഥലത്തോട്ട് പോകും. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. കാരണം കടയിൽ പോയിട്ട് ഞാൻ ത്രെഡ് ഹൗസിൽ പോയാണ് വാങ്ങിച്ചത്. അപ്പോൾ കടയിൽ പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇന്ന സാധനം വേണം, ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇത് കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ചെറുതായിട്ടൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ സാധനം ഇതിലാണ് നമ്മൾ ഇങ്ങനെ ഷേപ്പിലൊക്കെ ഇങ്ങനെ മുത്തൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുത്തും കാര്യങ്ങളും ഒക്കെ, ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരുന്ന മുത്തൊക്കെയാണ്. ഇത് കണ്ടോ, കുറച്ച് മുത്തും ഇതൊക്കെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് മാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഈ ഒരു മാല ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ അളവ് ചേരുവോ നോക്കിയിട്ട് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ അത് കഴുത്തെ കയറാതെ കൊടുത്ത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, സൗണ്ടിന് പ്രശ്നം കാണും, കാരണം ഇവിടെ നല്ല മഴയാണ് കേട്ടോ, ഒന്ന് ക്ഷമിക്കണം. അപ്പം ഇതെടുത്തിട്ട് ഞാൻ നോക്കണം നമുക്ക് എവിടം വരെയാണ് ഉറക്കം വേണ്ടത്. അപ്പം അതനുസരിച്ച് അവർ ചെയ്യാറ്. അപ്പം എനിക്ക് കഴുത്തിന് ഇവിടെ നിൽക്കുന്ന രീതി മതി. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ നിങ്ങൾ എടുക്കണം. അപ്പം എനിക്ക് വേണ്ടത് എടുക്കാം. കാണുന്നുണ്ട്. ഇത് നോക്കി ഇവിടെ ഞാൻ ഇനി മുറിക്കുകയാണ്. എനിക്ക് ഇവിടെ വരെ വേണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ചുകൂടെ കയറ്റി മുറിക്കുക. കാരണം ആ കണ്ണിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കിന് എങ്ങാനും കൊള്ളത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഇങ്ങനെ കയറ്റി നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ മുറിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവരാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സംഭവങ്ങളൊക്കെ സാധനം ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ആദ്യം ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ഇപ്പം ഇങ്ങനെ കാണിക്കും. ഈ ഒരു മറ്റേ ഞാൻ പറഞ്ഞു ഇത് വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഈ ഒരു മുത്ത് ഒരു സൈഡിലോട്ട് കയറ്റി കാണാൻ വയ്യ, ഇത് എടുത്ത് വരുമ്പോൾ നാളെ ആവുമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ഈ കൊളുത്ത് കയറ്റാൻ പോവാ. കണ്ണൊന്നും കാണാൻ പറ്റില്ല. കൊളുത്ത് ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതിങ്ങനെ മടക്കും. ഈ മുത്ത് ഇവിടെ മാറ്റിയാൻ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് മടക്കും. ഇതേ കണ്ടോ, ഇങ്ങനെ എന്നിട്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ഈ ഒരു മുത്ത് നമുക്കിങ്ങനെ ക്ലിപ്പ് ഇതാക്കേണ്ടതാണ്. ഇതിങ്ങനെ ചെയ്യുന്നതാണ്. ഇത് മുത്തല്ല, ഇങ്ങനെ ചെയ്യുന്ന സാധനമാണ്. ഇങ്ങനെ നല്ലതായിട്ടൊന്ന് ഇങ്ങനെ അമക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അമക്കുമ്പം ഇത് ഇങ്ങനെ കിട്ടും. പിന്നെ അത് പോകത്തില്ല, അവിടെ കിടന്നോളൂ കണ്ടോ, ഇങ്ങനെ കിടന്നോളും, പിന്നെ അത് പോകത്തില്ല. അപ്പം നമ്മുടെ കൊളുത്ത് ശരിയായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കൊളുത്തിനും പോകത്തില്ല, കൊളുത്ത് അവിടെ കിടന്നോളും. നമുക്ക് ബാക്കി സംഭവങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് എവിടം വരെ ആവശ്യമുണ്ടോ അതുപോലെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും കൂടെ വേറെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ, ഇത് കണ്ടോ, ഇങ്ങനെ തന്നെ ഇവിടെ ഒരെണ്ണം വിട്ട് വേറെ മുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പിന്നെ ക്ലിപ്പ് ചെയ്തത്. അപ്പോൾ ഇതിന് ഇപ്പുറത്തോട്ടോ ഈ മുത്ത് പോകത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ ഞാൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ. കണ്ടോ, ഇനി ഞാൻ അടുത്ത് ഇവിടെ വേറെ നടുക്കായിട്ട് ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഈ നടുക്കായിട്ട് ഞാൻ വേറെ ഒരു ലോക്കറ്റ് കൊണ്ട് ചേർക്കുന്നുണ്ട്, നേരത്തെ കാണിച്ചത്. അപ്പോൾ അത് ആണ് ഇവിടെ ഞാൻ ആക്കുന്നത്. അതും കൂടെ കാണിക്കാം എങ്ങനെയാണ്. ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. ലോക്കറ്റിന് നമുക്ക് ഇങ്ങനെ കയറ്റാം. അപ്പം ഞാൻ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ,
രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ലോക്കറ്റിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ കിടക്കും. നേരെ കിടന്നോളൂ. ലാസ്റ്റ് നേരെ കിടക്കുമായിരിക്കും. ഇങ്ങനെ ലാസ്റ്റ് അപ്പോൾ നേരെ കിടക്കുമായിരിക്കും. കണ്ടോ അതിങ്ങനെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 3 കൂടെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നുണ്ടോ, അതുകൊണ്ട് ഇവിടെ 3 കൂടെ ചെയ്യണം. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ അടുത്തതും കൂടെ കയറ്റി ഇങ്ങനെ കൊടുത്തു. ഇനി ഞാൻ അടുത്ത ഇതെടുക്കുന്നുണ്ട്, അതുകൂടെ ഞാൻ കയറ്റി കൊടുക്കുവാണ്. ദൈവം ഇതിന് ഊട്ടയില്ലേ? അയ്യോ ഇതിന് ഊട്ടയില്ല. ഒരു മിനിറ്റ് തന്നെ എന്തൊക്കെ ഈ പറയുന്നത്? ബോധമൊക്കെ പോയോ? എൻ്റെ കർത്താവ് ഇതെന്നാകതെ. അപ്പോൾ അതേ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് 3 ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ 2 വെക്കണം. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ മലയിൽ ചെയ്യാവേ. കണ്ടോ ഇങ്ങനെ കിട്ടുവേ. നമ്മളിത് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ടേ. ഇതേ കണ്ടോ. ഇനി നമ്മൾ ഈ സൈഡ് നമ്മളൊന്നും വെച്ചിട്ടില്ല. ഈ സൈഡ് നമ്മൾ അവിടെ നേരത്തെ കൊടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതും കൂടെ നമുക്ക് ശരിയാക്കി ചെയ്യാവേ. അതെങ്ങനെയാണെന്നും കൂടെ നോക്കാവേ. അപ്പം നമ്മുടെ മാല റെഡിയാകും. ഇപ്പോൾ നോക്കാം, ഇതും കൂടെ ചെയ്തിട്ട് നോക്കാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കുറയ്ക്കണമെങ്കിൽ ഇത് മുറിച്ച് കളഞ്ഞാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് കൊടുത്ത് കൊടുപ്പിച്ചാൽ മതി. വെച്ച് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ മാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാലയുടെ വേറെ മാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.